സുധി നിധിയെ കല്യാണം കഴിക്കാൻ പോകുന്നതിനെ പറ്റി ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നികേഷ് പറയും ആ കുട്ടി ഇവിടെ കൊണ്ടുവന്നാ പിന്നെ ആ കുട്ടിയുടെ ജീവിതം കത്തിച്ചൊരിക്കുകയാണല്ലോ. സുധി പറയും അതല്ലടാ, ഉള്ള സൗകര്യത്തിൽ സമാധാനത്തോടെ ജീവിക്കാലോ. സുധി നിധിയുടെ ഫോട്ടോ സുഭാഷിന് കാണിച്ചു കൊടുക്കും. എല്ലാവരും വന്ന് ആ ഫോട്ടോ നോക്കിയിട്ട് പറയും ആ നല്ല കുട്ടിയാണല്ലോ. സുധി പറയും അവളാണ് എന്നോട് പറഞ്ഞത് എങ്ങനെയും ഇത് മുടക്കാനൊന്ന് സഹായിക്കണം. അവളുടെ അപേക്ഷ എങ്ങനെ ഞാൻ തള്ളിക്കളയാ. സുഭാഷ് അപ്പോഴും ഒരച്ഛന്മാർ പറയുന്ന പോലെ അതൊന്നും വേണ്ടാന്നുള്ള രീതിയിലാണ് സംസാരിക്കുക. ഹരീഷ് ചോദിക്കും ഇത് കേൾക്കാനാണെങ്കിൽ സുധീഷ് ഏട്ടൻ അമരവിളയെന്ന് ഇവിടെ വരെ വരേണ്ട കാര്യമില്ലല്ലോ. സുധീഷ് ഏട്ടൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവും, അത് പറ. എന്തോ വലിയ രീതിയിൽ പ്ലാൻ ചെയ്ത പോലെ സുധി ഇങ്ങനെ നിൽക്കുകയാണ്. നിധിയുടെ അച്ഛൻ അരുണിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കും ആ ഡ്രൈവർ പയ്യൻ വന്നില്ലേ, എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അരുൺ പറയും അവൻ രാവിലെ തന്നെ എത്തി, എല്ലാം ഓക്കെ ആണെന്ന് പറയും. ആ സമയത്ത് സൂര്യയുടെ കോള് വരും. അച്ഛൻ ചോദിക്കും എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കും. അരുണിനോട് വേഗം മാറ്റി ഇറങ്ങാൻ പറയും. ആ സമയത്ത് അമ്മ വന്നിട്ട് ചോദിക്കും രജിസ്ട്രേഷൻ്റെ കാര്യം സാന്ദ്രയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടില്ലേ. അവരുടെ അമ്മ ഇപ്പോൾ വിളിച്ചു ചോദിച്ചു, ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന്. അച്ഛനോരോന്ന് പറഞ്ഞ് അമ്മയെ ഒന്ന് മയപ്പെടുത്താണ്. അകത്താണേ നിധിയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി. നിധിയാണേ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ചേച്ചി പറയും ഈ നേരത്തെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കല്ലേ, ആ മേക്കപ്പ് ഒക്കെ പോവും. നിധി ചോദിക്കും മേക്കപ്പ് പോകുന്നതാണോ ചേച്ചിയുടെ പ്രശ്നം. വെട്ടാൻ കൊണ്ടുപോകുന്ന പോത്തിൻ്റെ കൊമ്പിലും കഴുത്തിലും മാലയിടുന്ന എനിക്ക് ഓർമ്മ വരുന്നത്. ചേച്ചി പറയും അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് നിന്റെ സങ്കടമൊക്കെ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യാനാ, നിനക്ക് വിധിച്ചത് ഈ ജീവിതമാണെന്ന് കരുതി മുന്നോട്ട് പോയേ പറ്റൂ. നിധി ഇങ്ങനെ സൂര്യനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ പറയാണ് ഇങ്ങനത്തെ ഒരാളുടെ കൂടെ ഞാനെങ്ങനെ ജീവിക്കുക. ചേച്ചിക്കാണെങ്കിൽ നിധിയൊന്നും സമാധാനപ്പെടുത്താൻ പോലും പറ്റുന്നില്ല. സുധി നിധിയുടെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് സാർ എന്നെ വിളിച്ചോന്ന് ചോദിക്കും. നിധിയുടെ അച്ഛൻ പറയും ആ ഈ ഫയലൊന്ന് കാറിലേക്ക് വെച്ചേക്കെന്ന് പറയും. ആ സമയത്ത് അമ്മ നിധിയെ വിളിക്കുകയാണ്. സുധി അവിടെ തന്നെ നിന്ന് നിധി വരുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കും. സാന്ദ്ര നിധിയുടെ വിഷമം പറയാൻ തുടങ്ങുമ്പോഴേക്കും അമ്മ പറയും അതൊക്കെ അവൾ പേടിച്ചിട്ടാ, ഒരു വർഷം കഴിയുമ്പോഴേക്കും അതൊക്കെ മാറിക്കോളും. നിധിയോട് അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞിട്ട് അമ്മ സാന്ദ്രയും കൂട്ടിയിട്ട് അപ്പുറത്തോട്ട് പോവാണ്. സുധിക്കാണേ നിധിയോട് പോയിട്ട് സംസാരിക്കണമെന്നുണ്ട്. സുധി ഇങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കും. സുധി അടുത്ത് വന്ന് വയ്ക്കും രജിസ്ട്രി ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണോ. നിധിയാണെങ്കിൽ സുധിയെ ഒന്ന് കടുപ്പിച്ച് നോക്കും. സുധി പറയും ഈ നോട്ടത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി, ഈ രജിസ്ട്രേഷൻ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് വലിയ വാചകം അടിക്കണമെന്നല്ലേ. എന്നാലേ വാചകം അടിക്കുന്നതല്ല, ഇത് നടക്കാൻ പോണില്ല. ഇത് കേൾക്കുമ്പോൾ ഒരാശ്ചര്യത്തോടെ നിധി സുധിയെ ഇങ്ങനെ നോക്കും. എന്നെ വിശ്വസിക്കേ, ഇത് സുധീഷിൻ്റെ വാക്കാ. എടോ തനിക്ക് ഞാനുണ്ടോ. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നിധിക്ക് കുറച്ചൊരു ആശ്വാസം തോന്നും. ഒരു ടെൻഷനോടെ സൂര്യയുടെ അച്ഛനും അമ്മയും കൂടെ നിധിയുടെ വീട്ടിലേക്ക് ഓടി വരികയാണ്. എന്നിട്ട് പറയും രാവിലെ രജിസ്ട്രേഷൻ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടിയിൽ നിറയെ ആൾക്കാർ വന്നിട്ട് സൂര്യയെ ആ വണ്ടിയിലെടുത്തിട്ട് കൊണ്ടുപോയി. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നോ ആരോട് പറയണമെന്നോ ഒരു പിടുത്തവും ഇല്ല. സൂര്യയെ വണ്ടിയിലിട്ട് കൊണ്ടുപോകുമ്പോൾ സൂര്യ വിടടാ എന്നെ, നിങ്ങളൊക്കെ ആരാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹരീഷ് പറയും ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നീ പുറം ലോകം ഇനി കാണൂല എന്ന് പറയും. എല്ലാവരും വലിയ പ്ലാൻ ചെയ്ത് മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് സൂര്യയെ തട്ടിക്കൊണ്ടുപോയത്. ഗോഡൗൺ പോലത്തെ സ്ഥലത്തെത്തുമ്പോൾ അവിടെ നികേഷും സുഭാഷും ഉണ്ടാവും. സുഭാഷ് ചോദിക്കും ഈ കൂടെ ഉള്ളതൊക്കെ ആരാടാ. ഹരീഷ് പറയും നമ്മുടെ ആൾക്കാരാ, കൂട്ടത്തിൽ 2 അതിഥി തൊഴിലാളികളും. അവർ പണിയില്ലാത്തപ്പോൾ ഇങ്ങനത്തെ ചെറിയ കൊട്ടേഷനൊക്കെ പിടിക്കും. സുഭാഷിനാണെങ്കിൽ ഇങ്ങനെ പേടിയാവും. സുഭാഷ് പറയും അവരത്ര നിസ്സാരക്കാരൊന്നല്ല, വലിയ ആൾക്കാരാണെന്ന്. ഹരീഷ് പറയും സുധീഷ് ഏട്ടന് നമ്മൾ വാക്ക് കൊടുത്തതല്ലേ, അത് പാലിക്കാതെ പറ്റുമോ. നികേഷും പറയും ആ പെൺകുട്ടി ഇവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അങ്ങനെയല്ലേ സുധീഷ് ഏട്ടൻ നമ്മളോട് പറഞ്ഞ്. സൂര്യ അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുമ്പോൾ ഹരീഷ് സൂര്യയെ പിടിച്ച് ഭീഷണിപ്പെടുത്തും. സൂര്യ പറയും ഞാൻ ആരാണെന്ന് നിങ്ങൾക്കൊന്നും അറിയില്ല, എല്ലാത്തിനെയും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റും. എന്നെ പറ്റി അറിയണമെങ്കിൽ ഓസ്ട്രേലിയയിൽ പോയി അന്വേഷിച്ച് നോക്ക്, എൻ്റെ 1 മാസത്തെ ശമ്പളം എത്രയാണെന്ന് അറിയോ. ഇത് കേട്ടിട്ട് നികേഷിന് ദേഷ്യം വരും. അവൻ പോയിട്ട് ഒരു പലകഷ്ണം എടുത്തിട്ട് പറയും ഇവൻ്റെ തല തല്ലി പൊളിച്ചാൽ കുറച്ച് നേരത്തേക്ക് സമാധാനം കിട്ടും. സുഭാഷ് വേഗം നികേഷിനെ പിടിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോകും. പിന്നെയും സൂര്യ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹരീഷിന് ദേഷ്യം വരും. ഹരീഷ് പോയിട്ട് സൂര്യ ഒന്ന് പൊട്ടിക്കും. തല്ലു കൊണ്ടുകഴിയുമ്പോൾ സൂര്യ കരയും. മമ്മി ഐ ആം ട്രാപ്ഡ്. നിധിയുടെ അച്ഛൻ ആരൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അരുൺ ചോദിക്കും പോലീസിനെ അറിയിക്കണ്ടേ. സൂര്യയുടെ അച്ഛൻ പറയും പോലീസ് അറിഞ്ഞാൽ നാട് മുഴുവൻ വാർത്തയാവില്ലേ, കല്യാണം കഴിഞ്ഞാൽ ഉടനെ മടങ്ങാനുള്ളതാ, പോലീസ് കേസായ യാത്രയൊക്കെ പ്രശ്നമാവും. അവരിങ്ങനെ സൂര്യയെ തട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം ചർച്ച ചെയ്യാണ്. ചിലപ്പോൾ ആള് മാറിപ്പോയതാവും എന്നൊക്കെ പറയും. നിധി പുറത്തോട്ട് നോക്കുമ്പോൾ സുധി ഇങ്ങനെ ഓരോ ആംഗ്യം കാണിക്കുന്നുണ്ട്. നിധി ഇങ്ങനെ മനസ്സ് പറയും ഇവനെന്തേ കാണിക്കുന്നത്, ഇനി ഇവനെങ്ങാനാവോ ചെയ്തത്. നിധി ഒന്ന് തല ചരിച്ചു വെച്ചിട്ട് ആംഗ്യത്തിൽ ചോദിക്കും നീയാണോ ഇത് ചെയ്തതെന്ന്. സുധി അതേന്ന് തിരിച്ച് ആംഗ്യത്തിൽ കാണിക്കും. നിധിക്ക് സന്തോഷമാവും. നിധി ഇങ്ങനെ മനസ്സ് പറയും ഇവനാൾ കൊള്ളാലോ. സുധി ഇനിയെങ്കിലും ഒന്ന് ചിരിക്കുന്ന ആംഗ്യം കാണിക്കും. നിധി ഇങ്ങനെ ചിരിക്കുമ്പോൾ തടിയിലൊരു കയ്യും കൊടുത്ത് സുധി നിധിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിധി പറയും ഇത്ര വലിയൊരു കാര്യം ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നത് കണ്ടില്ലേ. നിധിയുടെ അച്ഛൻ പറയും ഒന്ന് ടെൻഷനാവാതിരിക്കുക, വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് സൂര്യയെ കണ്ടുപിടിക്കാം, അത് പറ്റിയില്ലെങ്കിൽ നമുക്ക് പോലീസിൽ അറിയിക്കാം. നിധി തിരിച്ച് റൂമിൽ വന്നിട്ട് ആ സന്തോഷത്തിൽ കുറേ ഡാൻസ് അങ്ങ് കളിക്കുകയാണ്. സൂര്യ എന്തായി ചെയ്തു കാണുമെന്ന് അവൾക്കൊരു പേടി. ഇനി അതൊരു പുലിവാലാവോ. ഏതായാലും രജിസ്ട്രേഷൻ മുടങ്ങിയല്ലോ, ബാക്കിയൊക്കെ വരുന്ന പോലെ വരട്ടെ. സുധി സുഭാഷിനെ വിളിച്ചിട്ട് പറയും സുഭാഷ് ഏട്ടാ ഇനി അവനെ ആരും അറിയാതെ എവിടെയെങ്കിലും ഇറക്കി വിട്ടേക്ക്.
സുഭാഷ് ചോദിക്കും എല്ലാം ഓക്കെ ആണോ? ആ സമയത്ത് ഹരീഷ് വന്നിട്ട് ഫോൺ വാങ്ങും. ഹരീഷ് ചോദിക്കും ചേട്ടനാർക്കും സംശയമൊന്നുമില്ലല്ലോ? സുധി പറയും ഇല്ലടാ, ഒക്കെ നമ്മുടെ പ്ലാൻ പോലെ നടന്നു എന്ന് പറയും. സുധി തിരിയുമ്പോൾ ആരെയോ ഒന്ന് കണ്ട് ഞെട്ടുകയാണ്.